അയോധ്യ സംഭാവന തട്ടിപ്പിൽ മുൻ ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത് റായിയെ തള്ളി VHP. ചമ്പത് റായിയുടേത് കുറ്റകരമായ അനാസ്ഥയെന്ന് അഡ്വക്കേറ്റ് അലോക് കുമാർ പറഞ്ഞു. मैं यहाँ से शुरू करना चाहूँगा कि चढ़ावे चोरी के किसी भी आरोपी से हमारी कुछ भी सहानुभूति नहीं है, उनको दंड मिलना चाहिए. അതേസമയം കേസ് അന്വേഷണം CBIക്ക് വിടുന്നത് UP സർക്കാരിന്റെ ആലോചനയിലുണ്ട്. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന ആവശ്യം RSSലും ശക്തമാണ്. ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും എന്നാണ് സൂചന. വിശദാംശങ്ങളുമായി ശരത് ലാലാണ് ഡൽഹിയിൽ നിന്നും ചേരുന്നത്. ശരത് ലാൽ, ഈ അന്വേഷണം കൂടുതൽ ഉന്നതരിലേക്കൊക്കെ വ്യാപിക്കുന്ന ഒരു സാഹചര്യവും സമയവും ഒക്കെയാണ്. അപ്പോഴാണ് ചമ്പത് റായിയെ തള്ളി VHP കൂടി രംഗത്ത് എത്തിയിരിക്കുന്നത്. നിലവിൽ എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? ഇതിനെതിരെ ഉയരുന്ന വിമർശന സ്വരങ്ങളൊക്കെ ഏതു രീതിയിലാണ്? സ്വാതി, VHPയും RSSും എന്തിന് BJPയും ഇതിൽ നിന്ന് അകലം പാലിക്കുന്നു ഈ സംഭാവന കൊള്ളയിൽ നിന്ന് എന്താണ് ഇപ്പോൾ ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകളും അതുപോലെ തന്നെ വസ്തുതകളും? കാരണം VHP വളരെ വ്യക്തമായി തന്നെ ഈ കുറ്റക്കാരെ കർക്കശമായി നേരിടണമെന്നാണ് VHPയുടെ തീരുമാനം. അതുതന്നെയാണ് VHPയുടെ ഗ്ലോബൽ പ്രസിഡന്റും വ്യക്തമാക്കിയത്. ഏതായാലും ചമ്പത് റായിയെ സംബന്ധിച്ചുള്ള കുറ്റകരമായ അനാസ്ഥ കാണിച്ചു. അദ്ദേഹം കുറ്റം ചെയ്തു എന്നതല്ല, അദ്ദേഹം അല്ലെങ്കിൽ ഇതിലെ സംഭാവന കൊള്ളയിൽ പങ്കാളി എന്നതല്ല, അദ്ദേഹത്തിന്റെ ചുമതല, ജനറൽ സെക്രട്ടറി എന്ന ചുമതല ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ അദ്ദേഹം വീഴ്ച വരുത്തി എന്ന് തന്നെയാണ് VHPയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ചമ്പത് റായിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അനാസ്ഥയാണ് കുറ്റകരം എന്ന വിലയിരുത്തലാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഒരു സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ RSS കടുത്ത നിലപാടെടുത്തിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇതിൽ കുറ്റക്കാരായ വ്യക്തികളൊക്കെ തന്നെ നിയമത്തിന്റെ കൊണ്ടുവരണം. ഏതായാലും അയോധ്യയിൽ ₹1 എടുത്തവനെ വെറുതെ വിടാൻ പാടില്ല എന്നതാണ് RSS ജനറൽ സെക്രട്ടറി ഹോസ്പാളെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുകൂടി കൂട്ടി വായിക്കുമ്പോഴാണ് CBIയിലേക്ക് അല്ലെ CBI കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണം വരുമെന്ന കാര്യത്തിലേക്കുള്ള സൂചന ലഭിക്കുന്നത്. അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനും അതുപോലെ UP സർക്കാരിനും ഒരേ അടക്കമുള്ള ഹിന്ദുത്വ സംഘടനകളെല്ലാം ഇതിൽ അകലം പാലിക്കുന്നു. ഈ അയോധ്യ സംഭാവന കൊള്ള കേസിൽ ആ വിവരങ്ങളാണ് ശരത് ലാൽ നൽകിയത്.